ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഡേ മൈ ലൈഫ് എടുക്കാന്നുള്ളത്. ഗൈസ്, ഞാൻ ഫോൺ എടുത്തത് മെയിനായിട്ട് വീഡിയോസ് എടുക്കണം എന്ന് കരുതിയിട്ടാണ്. പക്ഷെ ഒന്നും നടന്നിട്ടില്ല. മടിച്ചു നിന്നാൽ ഒന്നും നടക്കില്ല എന്ന് മനസ്സിലായി. എനിക്കെന്നാത് ടൈം മര്യാദ കിട്ടായിട്ടാണ് സത്യാവസ്ഥ. അതാണ് ഓക്കെ. അപ്പോൾ ഇവിടെ 2 മൈന്താളം ഉറങ്ങുന്നുണ്ട്. ഞങ്ങൾക്ക് ഇനി ഓഫീസ് പോകാണ്ട്. ഹായ് ഷിഫാന, ഗുഡ് മോർണിംഗ്. ഗൈസ്, ഷിഫാന എണീച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് ബ്രഷ് ചെയ്യാണ്ട് കുറച്ച് പരിപാടിയൊക്കെ. ഗൈസ്, ഈ ലിബാം അടിപൊളിയാട്ടോ. ഏതോ ഒരു ബ്രാൻഡിനാണ്, പക്ഷെ ഇത് ഇന്റെ അല്ല. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ലൈക്ക് ആയ ഒരു സാധനമാണ്. അടിപൊളിയാണ്. ഞാൻ എന്റെ പേഴ്സണൽ യൂസ് എന്ന് പറയുന്നത് പ്രൊമോഷൻ അല്ലത്. ഇവിടെ ഭയങ്കര ബഹളാണ് ഗൈസ്. അപ്പൊ ഗൈസ്, നമ്മൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, കുളിക്കണം, ഓഫീസിൽ പോകണം. ആലോചിച്ചിട്ട് കാരണം പിന്നെ ഗൈസ് ഇന്ന് സ്റ്റുഡൻസിനൊക്കെ ലീവാണ്. മറ്റേ സ്റ്റാറ്റസ് ഒക്കെ കണ്ടില്ല ഞാൻ കുറേ ആൾക്കാർക്ക്. ഇപ്പോൾ ജോബിന് കയറിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായ, കുട്ടിയായിരിക്കുന്നതാണ് ബെറ്റർ എന്നുള്ളത്. കാരണം ഞങ്ങൾക്ക് എന്താ പറയുക, ലീവും ഇല്ല, ഒന്നുമില്ല, ഫുൾ ശോകം. ഇവിടെ ഓരോരുത്തർ നീച്ചിരിക്കുകയാണ്, പല്ല് പോലും തേച്ചിട്ടില്ല. കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ കാണിച്ച് തന്നിരുന്നു. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ കുളിച്ചിട്ട് വരാം. ഓക്കെ, ഫ്രഷ് ആയി വരാം. അപ്പോൾ ചുവ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? എനിക്കൊരു കൊളാബ് കിട്ടിയതാണ് ഗൈസ്. ഇത് കണ്ട് നിങ്ങൾ പേടിക്കാൻ കേട്ടോ. അപ്പോ വാട്ട്സ് പരിപാടി സുഖമില്ലാത്ത കുട്ടിയാണ് ഗൈസ്. അപ്പൊ ഗൈസ്, എനിക്കിനി റെഡി ആവാറുണ്ട്. പക്ഷെ ഞാൻ ഇപ്പൊ ടച്ച് ചെയ്യുന്നില്ല, കാരണം ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് പിക്ക് എടുക്കാൻ പോകുമ്പോൾ ടച്ച് ചെയ്യാന്ന് കരുതുന്നത്. ഇപ്പം നമ്മൾ ജസ്റ്റ് ലിപ് ബാം ആൻഡ് ലിപ്സ്റ്റിക്. നിങ്ങളെല്ലാവരും ഞങ്ങളോട് ചോദിക്കാറുണ്ട് ഞങ്ങളെ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് ഏതാണ്. ഞങ്ങൾക്ക് 3 ആൾക്കും ഒരു ഷെയ്ഡേ ഉള്ളൂ. ഇതാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. പിന്നെ ഇത് അൻസിയ മേടിച്ചു. പിന്നെ ഞാൻ എന്നിട്ട് ഇന്റേത് കഴിഞ്ഞപ്പോ ഞാൻ എന്താക്കി, ഞാനും മേടിച്ചു. പക്ഷേ ഇത് വേറെ ഷെയ്ഡാ, സെയിം ഷെയ്ഡാണ്, പക്ഷെ വേറൊരു കളർ. അത് ഇതിന്റെ നല്ല റെഡ്. ഓക്കെ, നല്ല മഴയൊക്കെ പെയ്ത്. എനിക്കിപ്പോ ഇവിടുത്തെ ഇത് കാണുമ്പോ എന്താ ഓർമ്മ വരുന്ന അറിയോ? നമ്മൾ പണ്ട് സ്കൂളിലേക്കൊക്കെ പോകുമ്പോ മഴ പെയ്ത് ആ ഒരു ടൈമിൽ നമ്മൾ ക്ലാസ്സിന് പോയത് മടിയൊക്കെ പിടിച്ചിട്ട്, അതേ ഒരു ക്ലൈമറ്റ്. നല്ല രസമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓഫീസിലോട്ട് പോവുകയാണ്. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം എന്ന് കരുതിയതിനു, പക്ഷേ ടൈം ഇല്ലാത്തതിനെ കൊണ്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഓഫീസിലോട്ട് എത്തി. പിന്നെ ഞാൻ ഓഫീസിൽ നിന്ന് അങ്ങനെ ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തില്ല. പിന്നെ ഈ ക്ലാസ്സിൻ്റെ ഷോ ആണ് കേട്ടോ ഗൈസ് ഈ കാണുന്നത്. സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇത് എൻ്റെതല്ല, ഈ മറവൻ്റെതാണ് ഗൈസ് ഈ ക്ലാസ്. അവൾ വെക്കുന്നതാണ്, എനിക്ക് ഇഷ്ടം കൊണ്ട് ഞാൻ എടുത്ത് വെച്ചതാട്ടോ. പിന്നെ ഞങ്ങളൊരു 1 മണിയൊക്കെ ആയപ്പോൾ ഫുഡ് കഴിക്കാൻ പോയി. ഞങ്ങൾ കഞ്ഞിപ്പന്തലിലേക്കാണ് പോയിക്ക്. അവിടെ അടിപൊളി ഫുഡാണ്. എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ് കാലിക്കറ്റുള്ള. ഷിഫാന കലിപ്പിലാണ് ഗൈസ്. നല്ല ചട്ടിച്ചോറ്. എന്റെ ഫേസിലെ ഫുഡ് കഴിക്കാത്ത ക്ഷീണം കാണുന്നുണ്ട്. അപ്പൊ നല്ല ചോറാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ് ഗൈസ്. ഇവിടെ ഹാപ്പി പണിയെടുക്കാൻ നോക്കരുത്. ഫൈനലി ഓഫീസിൽ നിന്ന് നേരെ ഞങ്ങൾ പിക്ക് എടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാ. പക്ഷെ ഇപ്പൊ ടൈം 6 മണിയാവാനായി, 5:45. പിന്നെ വേറെ ഒരാളെ കാണിച്ചു തരാം. നേരത്തെ ആളെയല്ല, രാവിലത്തെ ആളെയല്ലേ ഗൈസുകള്. അപ്പോ ഗൈസ് ഞങ്ങൾ പിക്ക് എടുക്കാൻ വന്നാണ് ഗൈസ്. പക്ഷെ ലൈറ്റ് ഒക്കെ പോയിക്ക്. ഗൈസ് പിക്ക് എടുക്കലും നടന്നില്ല, ഒന്നും നടക്കില്ല. എല്ലാം മൂടൊക്കെ പോയി.
ലൈറ്റും പോയി. ഞാൻ ശരിയാക്കിയോണ്ട്. ലൈറ്റും പോയി, എല്ലാം പോയി. ഗൈസ് ഞങ്ങൾ ഇത് ഇവിടെ നിന്ന് ഭയങ്കര ഹൈപ്പ് കൊടുത്ത് മേടിച്ചൊരു സാധനമാണ്. അപ്പോൾ ഷിഫാനിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓൾഡ് എക്സ്പ്രഷൻ അതായിരുന്നു. പക്ഷെ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് കുഴപ്പമില്ല, ഓക്കെ ആണ്, വലിയ സീനൊന്നുമില്ല. അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. എന്തായാലും ഓർഡർ ചെയ്തല്ലേ. ഇതൊക്കെ ഇങ്ങനെ ആക്കിയത് ലിവളാണ് ഗൈസ്. ലിവൾ ആൻഡ് ലിവൽ ഇരിക്കുന്ന ഇരിപ്പുണ്ടല്ലേ. ഗൈസ് അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ കയറിയതാണ്. ഞാൻ ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ കഴിക്കണ്ടെന്നുണ്ടെങ്കിൽ, പക്ഷെ ഞാൻ കഴിക്കാണ്ട് പോയി എനിക്ക് എന്തായാലും റൂമിന് വിശക്കും. അതിനെ കൊണ്ട് ഞാൻ അപ്പൊ വഞ്ചി ഫുഡ് വേണ്ടെന്നാ പറഞ്ഞാണ്. അപ്പൊ ഞങ്ങൾക്ക് മാത്രം കഴിക്കാൻ കയറിയതാണ്. ഓക്കെ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. ഗായ്സ് ഈ വെൽക്കം ഡ്രിങ്കിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമ്മുടെ ഷിഫാനിൻ്റെ റിയാക്ഷനിൽ മനസ്സിലാവും, നിങ്ങൾക്ക് എക്സ്പ്രഷനിൽ മനസ്സിലാവും. സോ ഓക്കെ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഗായ്സ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവർ മെയിനായിട്ട് ഫുഡ് കഴിക്കുന്നതാണല്ലോ ഇതിലുള്ളത്, ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട്. സത്യത്തിൽ അന്ന് ഫുള്ള് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കലായിരുന്നു. ലൈക്ക് ഫുൾ ഫോക്കസ് ഫുഡിലാണ്. ഞാനൊരു സീ ഫുഡ് ലവറാണ്. അതാണ് ഇപ്പോൾ ഈ കാണുന്നത് നിങ്ങൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ സീ ഫുഡ്. ഈ കൂടുതൽ ലൈക്ക് ഈ ചിക്കൻ അത് ഇതിനേക്കാൾ കൂടുതൽ ഞാൻ സീ ഫുഡിലാണ് ഫോക്കസ് ചെയ്യൽ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ റൂമിലോട്ട് പോയി. അപ്പോൾ ഞങ്ങൾ കിടക്കാൻ പോവാണ് ഗൈസ്. ഫൈനലി നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഫുൾ എടുത്തേക്ക് എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി എന്തൊക്കെ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ എന്താവുന്ന അവസ്ഥ അറിയില്ല. അപ്പോൾ പിന്നെ ഇതെൻ്റെ മമ്മിയുടെ നൈറ്റാണ് ഗൈസ്. സ്കിൻ കെയർ ആണ്. ബൈ. ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ഈ വൈൻഡപ്പ് ചെയ്യുന്നത് കോലം അത്ര ഓക്കെ അല്ല എന്ന് എനിക്കറിയാം. പക്ഷെ ദിസ് ഇസ് മീ. എനിക്ക് ഭയങ്കര കംഫർട്ട് ആയിട്ടുള്ളതാണ് എൻ്റെ മമ്മിയുടെ നൈറ്റ്. അധികം ഗേൾസും അങ്ങനെ തന്നെ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ അപ്പൊ പിന്നെ കഴിച്ച് വേറെ കാര്യം, എൻ്റെ ഈ നാച്ചുറൽ ആണോ മേക്കപ്പ് ആണോ വിത്ത് മേക്കപ്പ് ആണോ എന്നുള്ളത് രസം എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാം. പക്ഷെ ഈ ഫോണിൽ കുറച്ച് ഡിഫറെന്റ് ആവും. പക്ഷെ എന്നോട് എല്ലാവരും പറയും മേക്കപ്പ് ഇല്ലാണ്ടാണ് രസം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ.